ഹായ് ഹായ് നമസ്കാരം. എൻ്റെ പേര് ശിവൻ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വികേസ് എഞ്ചിനീയറിംഗ് വർക്ക്സ്. സ്ഥലം വന്നിട്ട് പട്ടിക്കാട്, പാലക്കാട് നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് നിന്ന് 2 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. മമ്പ്ര എന്ന് പറയുന്നതാണ് മെയിൻ സ്ഥലം. നിയർ ബൈ ഉള്ള സ്ഥലം വന്നിട്ട് പട്ടിക്കാട്. ഞാൻ ഈ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതിൻ്റെ ഷോറൂമിൽ സെയിൽസിലായിരുന്നു. അശോക് എൻ്റെ ദോസ്ത് വണ്ടിയുടെ സെയിൽസിലായിരുന്നു ഒരു 10 വർഷത്തോളം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ഒരു ബോഡി വർക്കും വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തിയത്. ഇത് വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സൈഡ് ആംഗിൾ ബോഡി വർക്ക്, ഗ്രിൽ വർക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഏറ്റവും ടോപ്പ് ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സൈഡ് റീപ്പർ കൊടുക്കുന്നത് പൈപ്പ് വന്നിട്ട് അപ്പോളോ ബ്രാൻഡാണ്. ഫ്രണ്ട് ഗ്രില്ല് വന്നിട്ട് GI പൈപ്പിലുമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഉള്ളിൽ ഷീറ്റ്, പ്ലാറ്റ്ഫോമിൽ ഷീറ്റ് ഇടുന്നത് ജപ്പാൻ്റെ വൈറ്റ് കോട്ടിങ് വരുന്ന ഷീറ്റാണ്. ജപ്പാനിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ആഷ് കോട്ടിങ്ങും വരുന്നുണ്ട്, വൈറ്റ് കോട്ടിങ്ങും വരുന്നുണ്ട്. ഈ വൈറ്റ് കോട്ടിംഗ് ആണ് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയത്. നമ്മൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ട് ഏത് കസ്റ്റമർക്കും നമുക്ക് വരാം. നമ്മളെല്ലാം കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. അതായത് ഹെവി തൊട്ട് LMV ആയാലും SUV ആയാലും ഏത് കാറ്റഗറിയിലുള്ള വെഹിക്കിളാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ കണ്ടെയ്നർ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ കണ്ടെയ്നർ ബോഡി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ റിപ്പയർ വർക്ക് മാത്രമാണ് കണ്ടെയ്നർ ബോഡി ചെയ്യുന്നത്. റെക്സിൻ ബോഡി, പുതിയ കവേർഡ് ബോഡിയൊക്കെ നമ്മൾ പുതിയ വണ്ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതുള്ള സൈഡ് ആംഗിൾ ആയാലും സൈഡ് പൈപ്പ് വെച്ചിട്ടാണെങ്കിലും ഏത് ടൈപ്പ് ബോഡിയും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് കസ്റ്റമർ നമുക്ക് ഡെലിവറി വണ്ടിയുടെ കസ്റ്റമറുടെ വണ്ടി, പുതിയ വണ്ടി ഡെലിവറി എടുക്കുന്നതിന് മുന്നേ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയുടെ അളവും മെഷർമെന്റ് കംപ്ലീറ്റ് നമ്മുടെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഇതിൻ്റെ കാരിയർ അങ്ങനെയുള്ള ലാഡർ അങ്ങനെയുള്ളതൊക്കെ, പിന്നെ മെഷർമെന്റ് അനുസരിച്ച് പൈപ്പെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വന്ന മാക്സിമം ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഡെലിവറി കൊടുക്കണം. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡല് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളുടേതായിട്ടൊരു മോഡലല്ല ഇതിൽ. ഇപ്പോൾ കസ്റ്റമർ ചോയ്സ് ആണ് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ. കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കും. കസ്റ്റമർക്ക് ആണ് പ്രിഫറൻസ്. ഇതിപ്പോൾ ഓരോ വണ്ടിയിലും ഓരോ കസ്റ്റമർക്കും ഓരോ ഹൈറ്റ് വേണ്ടി വരും, ഓരോ ലെങ്ത്, അങ്ങനെ അത് കസ്റ്റമർ ചോയ്സിലാണ് ചെയ്യുക. നമ്മളായിട്ട് പ്രത്യേകിച്ച് അപ്ഡേഷൻ വരുത്തേണ്ട ആവശ്യമില്ല. ഓരോ കസ്റ്റമർക്കും ഓരോ ചോയ്സ് ആയി. വാറന്റി പീരീഡ് നമ്മൾക്ക്, അതായത് നമ്മൾക്ക് വന്നിട്ട് കസ്റ്റമർക്ക് ഒരു പ്രശ്നവും വരില്ല എന്നുള്ള ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. സപ്പോസ് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പോലും നമ്മളത് എന്താണെന്ന് വെച്ചാൽ വേണ്ടത് കണ്ട് ചെയ്തു കൊടുക്കും. ഇതിനെ പിന്നെ വാറന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിന് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയലും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഗ്യാരണ്ടിയാണ്. പിന്നീട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കസ്റ്റമർ യൂസ് ചെയ്യുന്നത് പോലെ ഉണ്ടാവും. എങ്കിലും നമ്മുടെ വർക്കിനകത്ത് ഒരു പ്രോബ്ലം വരില്ല. നമ്മൾ ചെയ്ത വർക്കിനകത്ത് അതിൻ്റെ പേരിൽ കസ്റ്റമർക്ക് ഒരു ഇഷ്യൂവും വരില്ല. അങ്ങനെ വർക്കിൻ്റെ പോരായ്മയായിട്ട് ഒന്നും ഇതുവരെ നമ്മുടെ കസ്റ്റമേഴ്സ് ആരും നമ്മുടെ അടുത്ത് ഒരു കംപ്ലയിൻസോ കാര്യങ്ങളോ വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ നിന്ന് വർക്ക് ചെയ്തു പോയ കസ്റ്റമേഴ്സിൻ്റെ റെഫറൻസിൽ തന്നെയാണ് നമുക്ക് കൂടുതലും വർക്ക് വരുന്നത്. നമ്മൾ കസ്റ്റമറായിട്ടുള്ള ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്ത് തന്നെയാണ്, അതായത് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അത് ഇപ്പോൾ ഒരു വർക്കിന് റേറ്റ് മാത്രം നോക്കിയിട്ട്, നമ്മുടെ ബെനിഫിറ്റ് മാത്രം നോക്കിയിട്ടല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളോടുള്ള ആ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ. ഇപ്പം നിലവിൽ നമ്മുടെ കൂടെ പെയിന്റിങ് സ്റ്റാഫ് അടക്കം ഒരു 8 പേരോളം നമ്മുടെ കൂടെ ഇട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഒരു വണ്ടി ഫിറ്റ്നസിന് റിന്യൂവൽ വേണ്ടി വരുന്നൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് വേണ്ട RTO വർക്ക്, ഇൻഷുറൻസ്, പിന്നെ പെയിന്റിങ്, അങ്ങനെ എല്ലാ വർക്കും വേണേൽ ഫിറ്റ്നസ് അടക്കം നമ്മൾ കാണിച്ചിട്ട് ഡെലിവറി കൊടുക്കാൻ പറ്റും. വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് വിട്ട് തന്നാൽ മാത്രം മതി. നമ്മൾ തന്നെ ടെസ്റ്റ് അടക്കം കാണിച്ചിട്ട്, അതായത് RTOയുടെ മുമ്പിൽ വണ്ടി ഫിറ്റ്നസിന് കൊണ്ടുപോയി കാണിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഡെലിവറി കൊടുക്കും. അത് നമ്മളൊരു പാക്കേജ് പോലെ ചെയ്ത് കൊടുക്കും. അപ്പോൾ കസ്റ്റമർക്ക് വന്നിട്ട് ഡ്രൈവറെ ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല. ജസ്റ്റ് വണ്ടി നമ്മളടുത്ത് ഏൽപ്പിച്ചാൽ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്ത് നമ്മൾ കൊടുക്കും. വാട്ടർ സർവീസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. വാട്ടർ സർവീസ് ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്, പാച്ച് വർക്ക്, ഡെന്റിങ്, അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നു. കോമ്പറ്റീഷൻ കൺഫേം ആയിട്ടും ഉണ്ടാവും. കാരണം ഇത് മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലൈനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. കോമ്പറ്റീഷൻ എല്ലാ മേഖലയിലും ഉണ്ടാവും. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ നമുക്കും വർക്ക് ചെയ്യുന്നതിനൊരു എനർജി ഉണ്ടാവില്ല. എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥാപനം വന്നിട്ടൊരു ചുരുങ്ങിയത് ഒരു 10, 25, 30 സ്റ്റാഫിനെ വെച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറണം. അത്രയ്ക്കും നല്ലൊരു നമ്മുടെ ഒരു മുദ്ര വരണം ബോഡി വർക്കിൽ. വികേസ് എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് കേരളത്തിൽ അങ്ങോളം എല്ലാവരും വരണം, അങ്ങനെ എത്തിപ്പെടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബോഡി വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ മെറ്റീരിയൽ ക്വാളിറ്റി പറഞ്ഞിട്ടല്ല ചെയ്യുക. ഉള്ളി റേറ്റിന് മാത്രം ബേസ് ചെയ്തിട്ടാണ് അവിടെ വർക്ക് പോകുന്നത്. അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്നോ ഏതാണെന്നോ
ഒന്നും മെൻഷൻ ചെയ്യില്ല. നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ഇന്ന ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, GA പൈപ്പ്, അതുപോലെ അപ്പോളോയുടെ ബ്രാൻഡ്. ഈ അപ്പോളോയുടെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് വെയിറ്റ് ഒരു 12 കിലോ ഒരു ലെങ്ത്തിൽ. നോർമൽ പൈപ്പ്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 8 കിലോ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഉണ്ടാവും, അതിനകത്താണ് ഈ റേറ്റ് വേരിയേഷൻ വരുന്നത്. നമുക്ക് കോമ്പറ്റീഷൻ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റേറ്റ് പറയുന്നു, വേറെ കോമ്പറ്റീഷൻ ഉള്ള ആൾക്കാർ നമ്മളെക്കാട്ടും കുറഞ്ഞ റേറ്റിൽ പറയും. പക്ഷേ ഈ കുറഞ്ഞ റേറ്റിൽ ചെയ്യുമ്പോൾ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന മെറ്റീരിയലിനകത്ത് ഒന്നും അവർ പ്രത്യേകിച്ച് ഇത്ര കിലോ വെയിറ്റ് ഉള്ള പൈപ്പ് ഇടുന്നോ അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് ഇടുന്നോ ഒന്നും പറയില്ല. ഉള്ളി ഒരു റേറ്റ്, ടോട്ടൽ ഒരു റേറ്റ് പറഞ്ഞിട്ട് വർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ 12 കിലോ വരുന്ന ഒരു ലെങ്ത് പൈപ്പിൽ 8 കിലോ വരുന്ന പൈപ്പായിരിക്കും യൂസ് ചെയ്യുക. ഒരു ലെങ്തിൽ വന്ന് തന്നെ 4 കിലോളം വ്യത്യാസം വരും. അതാണ് ഇതിനകത്തൊക്കെ ഉള്ള റേറ്റിനെ മാത്രം ആശ്രയിച്ച് പോകുന്നവർക്ക് നമ്മൾ മാക്സിമം കൺവിൻസ് ചെയ്ത് നമ്മുടെ റേറ്റിലേക്ക് വരുത്താൻ നോക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് പിന്നീടായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ചെയ്യുന്ന സമയത്ത് റേറ്റിനെ മാത്രം നോക്കുമ്പോൾ പിന്നീട് അത് പെട്ടെന്ന് പൈപ്പുകളൊക്കെ തുരുമ്പിച്ച് പോവുകയും ഡാമേജ് ആവുകയും വരും. അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞാൽ നമ്മളിതൊരു 2-3 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഈ മേഖല വിടാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ലൈഫ് ലോങ് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ മാത്രമേ വരാവൂ എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കും. അവർ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് നല്ല അറിവ് വേണം, പിന്നെ റിസ്ക് എടുക്കാനുള്ള ധൈര്യവും വേണം. ഏതൊരു ബിസിനസ്സിലേക്ക് പോകുമ്പോഴും അതിൻ്റെ സക്സസ് മാത്രം നോക്കിയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാതെ ഞാനത് പരാജയപ്പെട്ടാലും വീണ്ടും വിജയിപ്പിക്കാം എന്നുള്ള കോൺഫിഡൻസും ധൈര്യവും ആയിട്ട് ഏതൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം. ഇവിടെ ഞാനും വൈഫും തന്നെയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇവിടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും, സ്റ്റാഫുകളുടെ സാലറി കാര്യങ്ങളെല്ലാം, അക്കൗണ്ട്സ് ഒക്കെ നോക്കുന്നത് വൈഫാണ്. വൈഫ് കാലത്തോട്ട് ഉച്ചവരെ നമ്മുടെ ഓഫീസിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോയുടെ ലോഡ് ബോഡി, അതുപോലെ അശോക് ലേലൻഡ് ദോസ്തിന്റെ ലോഡ് ബോഡീസ് ഒക്കെ നമ്മുടെ ന്യൂ ബോഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ലോഡ് ബോഡി ഡാമേജ് ആയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ ബോഡി കയറ്റിയിട്ട് നമ്മൾ വർക്കും ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ലോഡ് ബോഡി മാത്രമാണ് വേണ്ടതെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ലോഡ് ബോഡീസും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം റീസെൻ്റ്ലി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. എല്ലാം പുതിയ ബോഡി തന്നെയാണ്. ഒരു മാക്സിമം ഒരു 2 months ഉള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾക്ക് അതും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. നമുക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് ഒരു 2-2.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് നമ്മൾ കൊല്ലങ്കോട്, പെരുമ്പ് കൊല്ലങ്കോട് പോകുന്ന റൂട്ട്, അതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. പട്ടിക്കാട് എന്ന് പറയും, VKS എഞ്ചിനീയറിംഗ് വർക്ക്സ്.